ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ, എന്തുകൊണ്ടാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള ആശയം ബി.ജെ.പി. മുന്നോട്ട് വയ്ക്കുന്നത്? കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപിത നയങ്ങളിൽ ഒന്നായി മാറിയത് എന്നുള്ളത് അറിയാം. വലിയ രീതിയിൽ വരുന്ന ഭാരിച്ച ചെലവ് ഒഴിവാക്കാൻ, അതോടൊപ്പം ഉദ്യോഗസ്ഥരുടെ അനാവശ്യമായ അതായത് അവരുടെ ജോലിയിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടുള്ള മറ്റ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ഒരു പരിധിവരെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, അതോടൊപ്പം തന്നെ ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പിലൂടെ വലിയ രീതിയിലുള്ള ഈ പോളിസി മേക്കിംഗ് അടക്കമുള്ള കാര്യങ്ങൾ, വികസനക്ഷേമ പദ്ധതികൾക്ക് താൽക്കാലികമായെങ്കിലും വിരാമം വരാതെ അതിങ്ങനെ യഥേഷ്ടം നടക്കും എന്നുള്ളത്, ഇത്തരമൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇവിടെ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നത് അതിൻ്റെ ഫെഡറൽ സംവിധാനത്തെ, രാജ്യത്തിൻ്റെ ഫെഡറൽ സ്വഭാവത്തെ തകർക്കുന്നതാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത്. പ്രാദേശിക വിഷയങ്ങൾ ചർച്ച ചെയ്യാതെ പോകും എന്നുള്ളത് മറ്റൊരു വിഷയമായും കണക്കാക്കുന്നു. ഇതുതന്നെയാണോ ഇതിൻ്റെ അടിസ്ഥാനമായ കാരണം? ഒരു വോട്ടർ, ഒരു പൗരൻ ഒരു ഇലക്ഷനെ അഭിമുഖീകരിക്കുമ്പോൾ അയാൾക്ക് കൃത്യമായ ബോധ്യം രാജ്യത്ത് ആരു വരണം, തൻ്റെ പ്രാദേശിക ഭരണകൂടം സർക്കാർ തലത്തിൽ നിയമസഭയിൽ ആരു വരണം എന്നുള്ളതിൽ ഒരു അവബോധം ഉണ്ടാകുകയില്ലേ? ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പിനെ ഒരു പൗരൻ നേരിടുമ്പോൾ അയാൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ആശയക്കുഴപ്പം ഇത്തരം കാര്യങ്ങളിൽ ഇന്നത്തെ കാലത്ത് ഉണ്ടാകുമോ? കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ബിൽ 2024 129ാമത്തെ അമെന്റ്മെന്റ് ആണ് പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. 128 അമെന്റ്മെന്റുകൾ നേരത്തെ കഴിഞ്ഞു. ഭരണഘടന അമെന്റ് ചെയ്യുന്നതിന് നമ്മുടെ ഭരണഘടനയിൽ തന്നെ പ്രത്യേകമായി പറയുന്നുണ്ട്. 368 ആർട്ടിക്കിൾ അനുസരിച്ചാണ് ഭരണഘടന അമെന്റ് ചെയ്യാൻ പാർലമെന്റിന് അധികാരം നൽകും. ഇവിടെ നമ്മുടെ കേരളത്തിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട ഒരു കേസുണ്ട്, കേശവാനന്ദ ഭാരതി കേസ്. ആ കേസിൽ തന്നെ പറയുന്നുണ്ട്, ഒരു ഭരണഘടന അമെന്റ് ചെയ്യുമ്പോൾ ഭരണഘടനയുടെ യൂണിറ്റി, ഇന്റഗ്രിറ്റി, ഫെഡറൽ നേച്ചർ, സെക്യുലർ നേച്ചർ, ഇതിനെ ഒന്നിനെയും, ബേസിക് സ്ട്രക്ചറിനെ ഒന്നിനെയും ബാധിക്കാൻ പാടില്ല എന്ന് പറയുന്നു. ഒരു കക്ഷിക്ക് ഭൂരിപക്ഷം ഉണ്ടെന്ന് വിചാരിച്ച് ഭരണഘടന അമെന്റ് ചെയ്യാം. പക്ഷെ അമെന്റ് ചെയ്യുമ്പോൾ അത് കോടതിയിൽ ചോദ്യം ചെയ്യുമ്പോൾ പലപ്പോഴും അത് അസ്ഥിരപ്പെടും. ബി.ജെ.പി. കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അമെന്റ്മെന്റ് ഉണ്ട്. ആ അമെന്റ്മെന്റ് സുപ്രീം കോടതി കുറച്ച് നാളുകൾക്ക് മുമ്പാണ് അത് എടുത്തു കളഞ്ഞത്. എന്താണെന്നറിയാൻ വേണ്ടി 4 അമെന്റ്മെന്റ് ഒരുമിച്ച് കൊണ്ടുവന്നു. അതായത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇലക്ട്രൽ ബോണ്ട് സ്വീകരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് 4 അമെന്റ്മെന്റ് ആണ് കൊണ്ടുവന്നത്. RP ആക്ട് അമെന്റ് ചെയ്തു, കമ്പനി ആക്ട് അമെന്റ് ചെയ്തു, ഇൻകം ടാക്സ് അമെന്റ് ചെയ്തു, RB ആക്ട് അമെന്റ് ചെയ്തു. 4 ആക്ടുകൾ അമെന്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു ചട്ടം കൊണ്ടുപോകും. ഏറ്റവും കൂടുതൽ പണം കോൺഗ്രസും ബി.ജെ.പി. എല്ലാ പാർട്ടികളും, ഇടതുപക്ഷം ഒഴിച്ച് ബാക്കി എല്ലാ പാർട്ടികളും പണം സ്വീകരിച്ചു. സുപ്രീം കോടതി ആ 4 അമെന്റ്മെന്റും സെറ്റ് അസൈഡ് ചെയ്തു. വളരെ കുറച്ച് ആളേ ഉള്ളൂ ആ അമെന്റ്മെന്റ് സെറ്റ് അസൈഡ് ചെയ്തു. ഇതുപോലൊരു അമെന്റ്മെന്റ് വരുമ്പോൾ ഇത് ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിനെ ബാധിക്കുന്നു. 1. 2, ഇത് പ്രധാനമായിട്ട് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഇന്ത്യ എന്ന് പറയുന്നത് നിരവധി സംസ്കാരങ്ങൾ, നിരവധി ജീവിത രീതികൾ, നിരവധി ഭാഷകൾ, നിരവധി സംസ്കാരം, ഇതെല്ലാം കൂടെ ഒത്തുവരുന്ന ഒരു പ്രത്യേക ജനസഞ്ചയമാണ് നമ്മുടെ 140 കോടി ജനങ്ങൾ എന്ന് പറയുന്നത്. അവരുടേതായ അഭിപ്രായങ്ങൾ ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ അവർ കാണിക്കുന്നത് ബാലറ്റിലൂടെയാണ്. ദേശീയ തലത്തിലേക്കുള്ള ഇലക്ഷന്റെ കാഴ്ചപ്പാടല്ല സംസ്ഥാന തലത്തിൽ, ആ കാഴ്ചപ്പാടല്ല ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ, ആ കാഴ്ചപ്പാടല്ല തദ്ദേശങ്ങളിലുള്ള ചില സഹകരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. ഇവിടെ പറയുന്ന വാദം എന്താ? ഞങ്ങൾ ഇതിനകത്ത് വളരെ കൂടുതൽ ഒന്ന് ബി.ജെ.പി. ഒരു സാമ്പത്തിക ലാഭം. തെറ്റാണ്. ഈ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ളതിന്റെ 100 കണക്കിന് മടങ്ങ് വിവിപാറ്റ് മെഷീൻ വേണം. അത് ശാസ്ത്രീയമായി അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ വിവിപാറ്റ് മെഷീന്റെ കാലാവധി എന്ന് പറയുന്നത് 15 വർഷമാണ്. ഇപ്പോഴുള്ള വിവിപാറ്റ് മെഷീൻ മൊത്തത്തിൽ മാറ്റേണ്ടി വരും. അതിന് 10,000 കോടി രൂപ അതിന് തന്നെ ചെലവാക്കേണ്ടി വരും ഓരോ 15 വർഷം കൂടുന്തോറും. പ്രാദേശിക ഇലക്ഷനുമായിട്ട് അതിന് ബന്ധമില്ല. കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലുമെല്ലാം ഒരുമിച്ച് ഇലക്ഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ സാമ്പത്തിക ലാഭം ഉണ്ടാകുമെന്നുള്ള ബി.ജെ.പിയുടെ ഒന്നാമത്തെ വാദം തെറ്റും. രണ്ടാമതായിട്ട് ഇവിടെ ഭരണഘടന അമെന്റ് ചെയ്യുന്നു. 83, 86, 172, 174, 356, 327. ഈ എല്ലാ ഈ 5 അമെന്റ്മെന്റുകൾ വരണം. 5 അമെന്റ്മെന്റുകൾ വന്നുകൊണ്ട് 82A എന്ന പുതിയൊരു അമെന്റ്മെന്റിലേക്കാണ് സ്റ്റേറ്റിലേക്കും ലോക്സഭയിലേക്കുമുള്ള ഒരുമിച്ചൊരു ഇലക്ഷനെ കുറിച്ച് 5ാമത്തെ അമെന്റ്മെന്റുമായിട്ട് വരുന്നു. ഈ അമെന്റ്മെന്റുമായിട്ട് വരുമ്പോൾ ഇവിടെ പറഞ്ഞു, ശരിയാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ കേരളത്തിൽ ഇപ്പോൾ ഇരിക്കുന്ന മന്ത്രിസഭ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് പിണറായി വിജയൻ ഗവൺമെന്റ് രാജിവെക്കുന്നു. പ്രതിപക്ഷത്തിന് ഇവിടെ ഭൂരിപക്ഷമില്ല. ആര് ഭരിക്കും അടുത്ത 1.5 വർഷം? ഗവർണർ ഭരിക്കണം. ഇത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്തിലും ഏത് സാഹചര്യത്തിലും പിന്തുണ പിൻവലിക്കുകയും ഭൂരിപക്ഷം നഷ്ടപ്പെടുകയും ആർക്കും ഭൂരിപക്ഷമില്ലാത്ത മന്ത്രിസഭകൾ ഉണ്ടാവും. എന്തിന്? നമ്മുടെ ഇന്ത്യയിൽ തന്നെ VP സിംഗ്, ചന്ദ്രശേഖർ, ദേവഗൌഡ, ഗുജറാൾ, വാജ്പേയി, ഇവരുടെ 5 പേരുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരെടുത്തപ്പോൾ പലരും 1 വർഷം പോലും തികച്ചില്ല. വാജ്പേയി ആദ്യം 13 ദിവസമാണ് തികച്ചത്. ആ ലോകസഭ പിരിച്ചുവിടേണ്ടി വന്നാൽ, ഇങ്ങനെ ഒരു തീരുമാനം വന്നാൽ ബാക്കി 4.5 വർഷം ആര് ഭരിക്കും? അല്ലെങ്കിൽ 4 വർഷം ആര് ഭരിക്കും? അപ്പോൾ അതൊരു ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ചേർന്നതാണോ?
വീണ്ടും 5 വർഷം വരെ കേന്ദ്രം പ്രസിഡന്റ് ഭരിക്കൂ, ഒരു സംസ്ഥാനം ഗവർണർ ഭരിക്കാൻ പറ്റുമോ? ഉദാഹരണമാണ് ഞാൻ കേരളത്തിൽ പറഞ്ഞത്. ഞങ്ങളുടെ ഗവൺമെന്റിന് പിന്തുണ നഷ്ടപ്പെട്ടു, ഞങ്ങൾ രാജിവെക്കുന്നു, പ്രതിപക്ഷം ഭരണത്തിന് തയ്യാറാവുന്നില്ല, ആര് ഭരിക്കും? അപ്പോൾ കേരളത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നു. നമ്മുടെ ഫെഡറൽ സംവിധാനത്തിൽ പറയുന്നത് എന്താ? കേന്ദ്രത്തിന് കേന്ദ്രത്തിൻ്റെതായ അധികാരം, സംസ്ഥാനത്തിന് സംസ്ഥാനത്തിൻ്റെതായ അധികാരം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള അധികാരം. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഒരു ഭരണഘടനാ ഭേദഗതിയിലൂടെ 106-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഈ BJP ഗവൺമെന്റ് 2023 ഒരു നിയമം കൊണ്ടത് എന്താ? സ്ത്രീകൾക്ക് 3-1 അവകാശം ലോക്സഭയിലും നിയമസഭയിലും. അത് പ്രസിഡന്റ് ഒപ്പിട്ട് ലായായി. പക്ഷെ ഫോഴ്സിൽ വന്നിട്ടുള്ള കാര്യം എന്താ? ഒരു നിയമം ഫോഴ്സിൽ വരണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഒഫീഷ്യൽ ഗസറ്റിൽ അതിന്റെ നോട്ടിഫിക്കേഷൻ വരണം. എന്തേ നാളിതുവരെ അത് ചെയ്യാഞ്ഞത്? നാളിതുവരെ അത് ചെയ്തിട്ടില്ല. കാരണം നടപ്പിലാക്കാനുള്ള ബുദ്ധിമുട്ട് തീർച്ചയായും. അപ്പൊ ഇച്ഛാശക്തി ഇല്ലാതെ ഗവൺമെന്റ് കൊണ്ടുവന്ന ഒന്നാണ് 106-ാം ഭരണഘടനാ ഭേദഗതി. അതുപോലെ സെൻസസ് വരുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങളും അങ്ങേയറ്റം വിഷമത്തിലാണ്. വിശേഷിച്ച് തെക്കേന്ത്യൻ സംസ്ഥാനങ്ങൾ നമ്മളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. കാരണം ആ സെൻസസ് വരുമ്പോൾ ഇന്ത്യയിലെ ലോക്സഭ എംപിമാരുടെ എണ്ണം 800 ചില്ലാനുമായിട്ട് മാറും. കേരളത്തിൽ 12 MP ആയിട്ട് മാറും. തെക്കേന്ത്യൻ സംസ്ഥാനങ്ങൾ 129 ഉള്ളത് 119 മാറും. നമ്മുടെ ആനുകൂല്യങ്ങളെല്ലാം കുറയും. സെൻസസിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സാമ്പത്തിക വരുമാനം കുറയും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സാമ്പത്തികമായിട്ടും ജനസംഖ്യാപരമായിട്ടും ഏറ്റവും കൂടുതലായിട്ട് ജനസംഖ്യാ നിയന്ത്രണം നടപ്പിലാക്കിയ തെക്കേന്ത്യൻ സംസ്ഥാനങ്ങളാണ്. ഇന്ത്യയുടെ GDPയുടെ 30.5% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് തെക്കേന്ത്യൻ സംസ്ഥാനമാണ്. പക്ഷെ പദ്ധതി വിഹിതം നമുക്ക് ലഭിക്കുന്നത് വെറും 15%. അപ്പൊ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നടപ്പിലാക്കുന്നതിലുള്ള ദോഷം, ഇന്ത്യയെ പോലെ ബഹുസ്വരം നിലനിൽക്കുന്ന ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന നിരവധി സംസ്ഥാനങ്ങൾക്ക് സ്വയംഭരണാധികാരം, 28 സംസ്ഥാനങ്ങൾക്കും എന്തിന് കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് പോലും ഒരു പരിധിവരെ സ്വയംഭരണാധികാരമുണ്ട്. ആ അധികാരങ്ങളെല്ലാം ചോദ്യം ചെയ്തുകൊണ്ട് കേന്ദ്രത്തിലേക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഭാഷ, ഒരു രാജ്യം, ഒരു പാർട്ടി, ഒരു പ്രധാനമന്ത്രി എന്ന BJPയുടെ ലക്ഷ്യത്തിലേക്ക് നീങ്ങാനുള്ള ഗൂഢമായ ഒരു തന്ത്രം മാത്രമാണിത്. അല്ലെങ്കിൽ ഇത് ഇന്ത്യയിലെ ജനങ്ങളെ സംരക്ഷിക്കാനോ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാനും വികസിക്കാൻ ഈ 75 വർഷമായിട്ട് ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ നടന്നില്ലേ? ഇന്ത്യ 1947 ഇന്ത്യയാണ് ഇന്നത്തെ ഇന്ത്യ. അന്ന് ഇലക്ഷൻ ഉണ്ടായിരുന്നല്ലോ. 1967 വരെ ഒന്നും ഇവിടെ ഒരുമിച്ച് ഇലക്ഷൻ നടന്നിട്ടില്ല. 1959-ലും 60-ലും 65-ലും ഒക്കെ കേരളത്തിലും ഒഡീഷയിലും ഒക്കെ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ ഇതുമായിട്ട് അവിടെ മുതലാണല്ലോ ഈ അനിശ്ചിതാവസ്ഥ വന്നു തുടങ്ങിയത്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ? എന്തോ വികസന പ്രവർത്തനം ഇതുമായിട്ട് ഇന്ത്യയുടെ വികസന പ്രവർത്തനം ലോകത്തിൽ വളരെ വലുതാണ്.